ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ ഞാൻ നേരിട്ട് വരാൻ പറഞ്ഞാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് പരിപാടി സംഗതി കോൺഫിഡൻസ് ആവും ചെയ്തിട്ടുണ്ട്. ആൾക്കാർ ലോക്കൽ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ശരിക്കും ഇതിന്റെ ഉപയോഗത്തിൽ എത്തുന്നില്ല. ഈ തളപ്പിട്ട് വരുമ്പോഴേ പെട്ടെന്ന് ശരീരവേദന കൂടുതലായി. അപ്പൊ അതാണ് പിന്നെ ഏതായാലും വാങ്ങിയതല്ലേ, പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ആക്കാന്നുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മളെ കരിമ്പ ഷെമീർക്കട വൈഫ് ഫീൽഡിങ് ഇതിപ്പോ നമ്മുടെ അടുത്തുനിന്ന് ഒരു 5-6 മാസം മുന്നേ വാങ്ങിയതാണ്. മറ്റേ സ്പൈക്ക് വാങ്ങിയതാണ്. അപ്പൊ മൂപ്പർക്ക് കാലിനത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒന്ന് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെയല്ല ഇങ്ങനല്ലേ എടുത്തിട്ട് ഇതിന്റെ അടി കൂടെ ഇത് നേരെ ടൈറ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെറിയ കാര്യം വെച്ചാൽ നമ്മളിതിൽ പഠിക്കാണ്ടേ. നമ്മളിപ്പോ ചെറിയ കാര്യം വെച്ചാലും കൂടിയിട്ട് ഈ സാധനം നമ്മൾ ഇടുമ്പോ ശ്രദ്ധിക്കണം. അതായത് അതിന്റെ അടിയിൽ കട്ട എന്തെങ്കിലും വെച്ചാലും മതി, അടിയിൽ എന്തെങ്കിലും സാധനം വെക്കാം. ഇത് നേരെ ടൈറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇത് ടൈറ്റ് അല്ലേ? ഈ പാൻറ് ചക്കര മേലക്ക് ഇങ്ങനെ അതെല്ലാം എന്താണെന്നറിയോ, ഈ പാൻറിന്റെ സ്റ്റിച്ച് ഉണ്ടോ, ഈ സ്റ്റിച്ച് നമുക്ക് ഇവിടെ വരും. നമ്മളെ ഫുള്ള് ബോർഡറെ ഫുൾ ലോഡ് ഇവിടെ വരിക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം അടക്കി വരുന്നത്. അപ്പൊ എന്തുണ്ടാവും, ഇത് കാരണം ഇങ്ങനെ വരുമ്പോ തൊലി ഇവിടെ നെയ്ത്ത് തൊലിയായി ഈ രോമവും തൊലിയും കൂടെ കണ്ടെത്തേണ്ട വരുമ്പോൾ മുറിയാവും. പിന്നെ എന്തായാലും റാമ്പ് കയറി നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇത് എടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ എടുക്കുക. ശ്രദ്ധിച്ചോട്ടോ, അടിയിൽ എടുത്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. നേരടക്കുക, വലിച്ച് ടൈറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു നാനാടാതെ നമ്മൾ കെട്ടണോടത്ത് ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ വരും. സംഗതി നിസാരാണ്, പക്ഷെ എങ്ങനെ വേദന കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ സംഗതി നിസാരം അറിയില്ലല്ലോ. നേരെ കെട്ടി അതിന്റെ ബെൽറ്റ് ആ പാൻറ് ഒരു ചക്കര മേക്കണ ഇത് ഈ തുണി ഇട്ടിട്ട് നടക്കില്ല. ഇത് തുണി എടുക്കുന്നവർക്ക് നടക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. തുണിയുള്ള എത്ര ആൾക്കാർ തുണി എടുക്കുന്ന ആൾക്കാർ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഒന്നും കിട്ടാൻ മതി അല്ലേ? അത് മതി. ഇത് പറഞ്ഞാൽ ഇത് ഈ ബെൽറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുമ്പോൾ ചിറ്റിയിട്ട് അല്ലറുണ്ട്. ഞങ്ങളുടെ ബെൽറ്റ് ഇടുമ്പോൾ നമ്മൾ ഇതിൽ കുളത്തിയിട്ട് കുളത്തിന് ശേഷം ഇങ്ങനെ അടികൂടെ വലിച്ചിട്ട് നിങ്ങളെന്നെ ഇട്ടോളൂ. അപ്പം ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് പല വിരിച്ചടിയില്ല. അങ്ങനെ വിരിച്ചുണ്ടാക്കി ഇത് ഇങ്ങനെയല്ലേ? വിരിച്ച് അങ്ങനല്ലേ? അങ്ങനെ നോക്കിയിട്ടാ ഇതൊന്നും വിരിച്ച് ടൈറ്റ് ചെയ്തതാണ്. നേരെ ടൈറ്റ് ചെയ്ത് പോകട്ടെ. പിന്നെ ബെൽറ്റ് നല്ല ഉപയോഗിച്ചിരുന്നു അല്ലേ? ബെൽറ്റ് നല്ല ഉപയോഗിക്കും. അല്ല, ഇത് ഹാഫ് ബോഡി എല്ലാവർക്കും നല്ലതാണ്. ഇനി ഇത് ഉള്ള ആൾക്കാർക്ക് എന്താ പറയുക, സേഫ്റ്റിയുടെ സാധനങ്ങൾ ഉപയോഗിക്കാറുള്ള പേടി. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പി ഒന്ന് രണ്ട് വട്ടം ഉക്കുവാണെങ്കിൽ വേറെ വേണമെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് ശീലമായിട്ടുണ്ടാവും. ഇതുമ്പേലെ ഞങ്ങളിപ്പോ എന്താ ഞങ്ങളുടെ ഉക്ക് ഇത് പിരിക്കൊരാളെ ലെവലിലാക്കി. അപ്പൊ ഇങ്ങനെ കേട് വരുമല്ലോ. ഇപ്പം ഇങ്ങനെ പുറത്തേക്ക് അതാണ് കൊണ്ടുപോകാം. 6 മാസം നല്ലത് പോയിട്ടുണ്ട്. ബെൽറ്റ് കുറച്ച് മുന്നേ മേടിച്ചിരുന്നു. സ്പൈക്ക് പിന്നെ ഞാൻ പറഞ്ഞോ, അപ്പൊ എത്ര ദിവസങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കാന്നല്ലേ പറഞ്ഞത്. ഇത് ഉപയോഗിക്കണം, അതിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവേ. നിസാര കാര്യമാവും. ഒന്നുമില്ലൊക്കെ പഠിക്കാൻ ഒരു ദിവസം കൊണ്ട് ഇവിടെ അന്ന് ഈ കാര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് വെച്ചാൽ ഇതാണ് എടുത്തേക്കും. ഇത്രയും പൈസ ചിലവാക്കി ഈ പണിക്കുന്ന പൈസ ചിലവാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് പഠിച്ചിട്ടുണ്ട് പോകാം. ഇപ്പം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാറില്ല. ഇല്ല സാധനം കൊണ്ടുപോകണം. ഗ്രിപ്പർ ഇല്ലാണ്ട് ഗ്രിപ്പറോ അത് ടൈറ്റ് ആവുള്ളൂ. മരത്തോടെ നിന്നിട്ട് വാങ്ങുള്ള പണിയൊക്കെ ആവും. മണിക്കൂർ കണക്കിനൊക്കെ നിൽക്കുമ്പോൾ അതാണ് മുറുകും. പിന്നെ നമ്മൾ നീക്കണം എന്താകുമ്പോൾ മുറുകില്ല. ഇതൊന്നും കിട്ടും. ഇതാണല്ലോ ഇത് ഇങ്ങനെ അതിന്റെ ഫ്രണ്ടിലേക്ക് തന്നെ അല്ലല്ല, അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെ പിടിക്കാം, ഇവിടെ ഈ വരൽ ഇതിലും വെക്കാം. ഓക്കെ, ഒന്ന് പഠിയാണ്ട്. ഇപ്പോൾ എന്ത് സാധനം ഒന്ന് പഠിയാണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോഴാണ് നമുക്കിത് അങ്ങോട്ട് ലൂസിങ്ങും ടൈറ്റിങ്ങും പഠിക്കുന്നത്. ഈ ഗ്രിപ്പർ എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് വിലണ്ടെങ്കിലും കൂടിയിട്ട് ഇത് ടൈറ്റ് ആവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇനി മറ്റും തന്നെ വേറെ നമുക്ക് കാല്
കാല് തമ്മിൽ ചോദിച്ചത് ഇത് നിങ്ങൾ ഇടത് ഭാഗത്തിന് നോക്കണം. അങ്ങനെ എത്തിക്കോളൂ. മുപ്പരെണ്ണം വെറുതെ ഇതാക്കണം. മുപ്പര കാലത്ത് ഇങ്ങനെ പറയുക അല്ല. ഇതാകുമ്പോൾ ഒന്നും കൂടി ഒരു ഇതാണ് അല്ലേ. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ വെച്ചിട്ട് മരത്തിന് വട്ടല് അങ്ങനെ എപ്പോഴും നമ്മൾ അങ്ങനെ പുറത്ത് ഇപ്പോൾ കാണിക്കുക. ചില ആൾക്കാർ അങ്ങനെ പുറത്തുണ്ട്. സാധനങ്ങളെപ്പോഴും ഇങ്ങനെ പുറത്ത് ഊരാനെടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് ഊരണമെങ്കിലും എടുക്കണമെങ്കിലും ഇങ്ങനെ മറ്റേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കണമെങ്കിൽ നല്ല പണിയാണ്. എന്തെങ്കിലും പെട്ടെന്ന് ഊരണം എടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കണം. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് മരത്തിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് ഇതുമ്മ പിടിക്കാം. ഇതിൽ അത് പറഞ്ഞ് ചെയ്യണം. ഇതുമ്മ ഇങ്ങനെ കയറിങ്ങനെ പിടിക്കും. കല്ലും കൊണ്ട് ഇതുമ്മ കെട്ടതാണ്. അത്ര അത് നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടല്ലോ എത്ര ഒഴിവ് പഠിച്ചാൽ ഒന്നും ടൈറ്റ് ചെയ്തത് ചെയ്യാൻ. ഇനി സ്പൈക്ക് കൊണ്ട് ഇതാക്കുമ്പോൾ ഒരു കാര്യം നോക്കേണ്ട എന്താ പറയുക, ഹൈറ്റിൽ കാല് വയ്ക്കരുത്. ചെറിയ സ്റ്റെപ്പ് വെക്കില്ല. ചെറിയ സ്റ്റെപ്പ് വെക്കും. റോപ്പ് കുറച്ചുകൂടി മേലെ കയറ്റി എപ്പോഴും റോപ്പ് ഒരു ഇതെങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ആ ഒരു കറക്റ്റ് പൊസിഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പ് കയറാനുള്ള ഇത് കിട്ടും. ഇനി ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് അവിടെ നിന്നാൽ മതി. അവിടെ നിന്ന് എന്താണെന്നറിയോ, ഈ കാല് ചെറിയ ഇന്ന് കുറച്ചും കാല് പോലെ ഈ കാല് എപ്പോഴും ഇങ്ങനെ നൂര് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ നൂറ് നിൽക്കണം. ഇപ്പം നിങ്ങൾക്ക് കാലിൻ്റെ അവിടെ വേദനിക്കുന്നുണ്ടോ? ഇതല്ലോ കാലിൻ്റെ അവിടെ വേദനിക്ക് പറഞ്ഞാൽ തഴമ്പ് നമുക്ക് വരില്ലേ, അത് എന്തായാലും സംഭവിക്കും. അതെന്താ വെച്ചാൽ നമ്മുടെ ഈ ബോർഡറെ വെയിറ്റ് ആദ്യമായിട്ടാണ് ഇവിടെ പടക്കി വരുന്നത്. നമ്മുടെ ഇവിടെ സോഫ്റ്റിലാണ്. അപ്പോൾ അതെന്തായാലും വരും. അത് നമ്മൾ ചെരുപ്പിട്ട് കാലിൻ്റെ അടിയിൽ കായമ്പ് വരില്ല. നമ്മൾ പണിയെടുക്കുമ്പോഴൊക്കെ കയ്യിന് കാലിന് കായമ്പ് വരില്ല. സെയിം ലെവലിൽ നമുക്ക് ഇവിടെ ഒരു കട്ടി വരണം, ബലം വരണം. അത് നിർബന്ധമാണ്. അതിൻ്റെതായ ചെറുതാണ്. പിന്നെ ഈ തുണി മറ്റൊരു വരുന്നതിലും ഇവിടെ ഈ കാലുമുള്ള രോമം തമ്മിൽ കരുതുമ്പോൾ അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ തുണി ഇങ്ങനെ ലൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ. ഇനി റോപ്പ് മേലക്കിടും. ഓക്കെ. ചവിട്ടിക്കോളി. കാല് വല്ലാണ്ട് അകലം വെക്കാണ്ട് കാലുമ്മളിൽ നിൽക്കണ ഒരു അകലം ഉണ്ടല്ലോ, ഈ ഒരു അകലം. ഓക്കെ ഓക്കെ. അങ്ങനെ വെച്ചാൽ ഓക്കെ. ചവിട്ടി പിടിപ്പിക്കണം. ചവിട്ടി തന്നെ പൊട്ടിച്ചതിന് അത് മാത്രമേ ഇതാക്കാവൂ. ഇത് കുറച്ച് ടൈറ്റ് ചെയ്തോളൂ. അങ്ങനെ തന്നെ ദൂരം കൂടെ എത്തതല്ല. അങ്ങനെ അർജന്റ് കൂട്ടണം. അർജന്റ് കൂട്ടണം. പതുക്കെ പതുക്കെ അങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ വലിയ നോക്കുന്നു. അങ്ങനെ പറ്റും. ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ പിടിച്ചാൽ ഇതുകൊണ്ട് തല്ലേ ചെയ്തു. തല്ലേ ചെയ്തു. അങ്ങനെയല്ല, ഇവിടെ ഊരം അങ്ങനെ ഇതാക്കിയത്. ഊരനെ എങ്ങനെ ഉണ്ടാക്കും? ഇങ്ങനെ ഊര ഇങ്ങനെ ഊര അങ്ങനെ വെച്ചാൽ ലൂസ് ചെയ്ത് നോക്കി നോക്കും. അങ്ങനെ എന്നിട്ട് കൈ പിടിക്കണ്ടേ? ഇതുമ്മ പിടിച്ചിട്ട് ഒരിക്കലും ലൂസ് ചെയ്യരുത്. എന്താണെന്നറിയോ, നമ്മൾ അഥവാ പതറി കഴിഞ്ഞാൽ ഇതുമ്മ നമ്മൾ കൈ പിടിക്കില്ല. അപ്പോൾ നേരെ താഴ്ത്തിക്കും. എപ്പോഴും ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ലോഡ് എടുത്തിട്ട് പതുക്കെ അർജന്റില്ലാണ്ട് തന്നെ വേണ്ട മാതിരി ചെയ്യാം. ഇനി ഇതിനെ റോപ്പിന് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയല്ല നമ്മൾ ചെയ്ത് ആ ലെവലാക്കി ഈ ചോട്ടേക്ക് ഇപ്പോൾ കറക്റ്റല്ലേ? ഓക്കെ. അങ്ങോട്ട് പോട്ടാ. ഈ കയറുമ്പോണ്ടല്ലോ ഈ കാല് ഇങ്ങനെ നൂർന്നോട്ടെ. അതന്നെ നമ്മൾ ഈ സ്റ്റെപ്പ് കയറില്ല. അപ്പം നമ്മുടെ കാല് ഇങ്ങനെ നൂർന്ന് പോവില്ലേ? അങ്ങനെയാണ് പിടിപ്പിക്കുന്നത്. ഇനി ആ കാലെടുക്കുമ്പോൾ ഇതാണ് നൂരുക. ഓക്കെ. ഇതാണ് നൂർത്തിയാൽ മതി. അപ്പോൾ പിന്നെ കാല് ഇങ്ങോട്ട് പിടിച്ചു. എപ്പോഴും ഇങ്ങനെ ഈ കാല് മടങ്ങലില്ല. നൂരണം അങ്ങനെ വരരുത്. എപ്പോഴും കാല് കയറൊന്ന് ലൂസ് ചെയ്യാണ്ട് പതുക്കനെ അതിനെ അർജന്റ് ഇല്ലാണ്ട് ആത്താണ്. അർജന്റ് കൂട്ടുകയും ചെയ്യരുത്. നിങ്ങൾക്ക് പഠിഞ്ഞു അത്രയുള്ള സംഗതി. വേദന ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. അതുണ്ടാവും. അതെന്തായാലും നിങ്ങൾക്ക് ആ ഭാഗം നിങ്ങൾക്ക് അവിടെ വന്ന് തഴമ്പ് വരുന്നോ അവിടെ നമുക്ക് എന്തെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ അത്ര അമർത്തിപ്പോൾ നിങ്ങൾ അമർത്തിയിട്ട് അമർത്തിയിട്ടാണ് ചവിട്ടുന്നത്. അത്ര അമർത്തി ചവിട്ടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളൊന്ന് ഇറങ്ങി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇറങ്ങി അർജന്റ് കൂട്ടാണ്ട് ഇറങ്ങിയാൽ മതി. അതെ, അത്ര ചവിട്ടുണ്ട്. അതിനെന്താണെന്ന് പറയാം, കാലിന് ഇങ്ങനെ പാച്ചി ചവിട്ടുക. ഇങ്ങനെ ചവിട്ടുമ്പോഴാണ് നമുക്ക് ആ വേദന എല്ലാം വരുന്നത്. അത് കാലിനൊന്ന് ചരിച്ചിട്ട് ഇങ്ങനെ ചവിട്ടും. സാധിക്കാറുണ്ട്. ഞാൻ ചവിട്ടുമ്പോൾ പറഞ്ഞത് അങ്ങനെ ഈ കാല് ചവിട്ടുമ്പോൾ അങ്ങനെ. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ആ ചവിട്ടിൻ്റെ ഭാരം പഠിക്കാൻ വരിക. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് ചവിട്ടിയാൽ മതി. അതന്നെ ചക്കോ എന്നുള്ള ചവിട്ടുണ്ടോ? അപ്പോഴും ചവിട്ടുണ്ടോ? അങ്ങനെ ചവിട്ടി കൊടുത്താൽ
തൊലി തന്നെ ഉള്ളു. അതെ തന്നെ ഉള്ളു, മരം തന്നെ ഉള്ളു. ഈ നമുക്ക് എത്രയും ഹാർഡുള്ള മരത്തിന് മുള്ളിരുത്തിന്റെ മേലൊക്കെ നമുക്ക് എന്തെങ്കിലും പനയമ്മ കയറാം, ഇത് എന്തെങ്കിലും കയറാം. ഇതെന്താ സംഗതി എന്ന് പറയുമോ, ഇത് പഠിക്കേണ്ട ഒരു കാര്യം. നിങ്ങളിപ്പോ ചവിട്ടണതുണ്ടല്ലോ, ഭയങ്കര അമർത്തി ചവിട്ടുണ്ട്. അത്ര അമർത്തേണ്ട ആവശ്യമില്ല. നല്ലതാണ്. പക്ഷെ എന്താ വെച്ചാൽ അത്ര അമർത്തി ചവിട്ടേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതിന്റെ നിങ്ങൾ മൂർച്ചയ്ക്കൽ ചെറിയ ഭാഗത്തുണ്ട്, അത് ഞാൻ ഒന്ന് ശരിയാക്കി തരാം. ഓക്കെ, ഇനി നിങ്ങൾ പതുക്കനെ കയറും, അത്ര അമർത്തി ചവിട്ടാണ്ട്. അങ്ങനെ കാല് കണ്ടോ, കാല് ഇങ്ങനെ ചെച്ചി ചവിട്ടും. ഒന്ന് അങ്ങനെ അങ്ങനെ ഒന്ന് അങ്ങനെ ചെരിച്ച് ചവിട്ടുക കാലിന്. നമ്മൾ ഇങ്ങനെ ചവിട്ടണത് ഒന്ന് ഇങ്ങനെ ചെരിച്ച് അങ്ങനെ ഒന്ന് ചെരിച്ചാൽ മതി. കാലിലൊന്ന് അങ്ങനെ ഇങ്ങനെ ചവിട്ടുമ്പോഴാണ് ഈ അമർത്തി അന്തമുട്ട ചവിട്ടി ചവിട്ടേണ്ടി വരുന്നത്. ഒന്ന് ചെരിച്ചാൽ അത് കയറേണ്ടത്. ഇങ്ങനെ ചെരിഞ്ഞാ കിട്ടൂടെ? എന്ത് ഏത് കുത്തുമ്പോഴേ ശരിക്കും കിട്ടുന്നില്ല. അത് മരമാണ്, വെറും മരം, തൊലിയില്ല. അല്ല ഇതുമ്മ തൊലി ഉണ്ടാവേണ്ട ഒരു ഇട വരുന്നില്ല. അതിന്റെ പുറത്ത് ആൾക്കാർ കയറുക. ഇനി നമുക്ക് ഇപ്പുറത്ത് കൂടെ കയറാം, തൊലിയിൽ പുറത്ത് കൂടെ കയറാം. ഈ പുറത്തേക്കും തിരി ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ മരത്തുമ്പോ തിരിയില്ലേ, ഇപ്പൊ കൊമ്പിന്റെ തിരിയില്ലേ, ഇപ്പൊ ഒരു കാല് മേലെ വേണം. ഒരു കാല് മേലേക്ക് ചവിട്ടും, ഈ കാല് താത്തേക്ക് ചവിട്ടും. പതുക്കെ ചവിട്ടിയാൽ അങ്ങനെ 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 പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും സ്ട്രെയിൻ വരികയാണ് കാലിന്. അത്രയും ചവിട്ടാം. ഈ കാല് മേലേക്ക് അങ്ങടി ചവിട്ടും, ആ പുറത്ത് ഈ കാല് താത്തേക്ക് ചവിട്ടും. അതിനനുസരിച്ച് റോപ്പ് തിരിച്ചത് അതിനാട് ഈ കാല് മേലക്കല്ലേ ചവിട്ടാത്തോളൂ. ഈ കാല് താത്തും. അപ്പൊ ഒരു കാല് താഴെ ഇതെങ്ങനെ വരണം നമ്മൾ തിരിയുമ്പോൾ. അതായത് ഇപ്പൊ ഒരു കൊമ്പിൽ നമുക്ക് ആ പുറത്ത് എന്തെങ്കിലും മുറിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാലം എപ്പോഴും ഇങ്ങനെയും വരണം. അതിന്റെ ഗുണം എന്താണെന്നറിയോ, ഈ കാല് സ്ലിപ്പായി ഇതുമ്മ നിൽക്കാം, സ്ലിപ്പാവൂല. അതായത് ഈ കാല് സ്ലിപ്പായാൽ ഇതുമ്മ നിൽക്കാം, ഇത് സ്ലിപ്പായാൽ ഇതുമ്മ നിൽക്കാം. രണ്ടും ഒരേ ലെവലിൽ ചവിട്ടണമെങ്കിൽ അപ്പൊ ഒരു കാല് പോയി നമ്മൾ പെട്ടെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ രണ്ട് കാലും എടുക്കും. അതെന്താ സംഗതിച്ചാൽ നമ്മൾ തളപ്പെട്ട് ശീലമുള്ള ആൾക്കാർ, അങ്ങനെ വന്ന ആൾക്കാരല്ലേ, ഇവിടെ ഈ കാല് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തളപ്പെട്ട ശീലം കൊണ്ട് രണ്ട് കാലാണ് മാറ്റും. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാലം എപ്പോഴും ടെൻഡൻസി മാറില്ല. ഈ കാല് പോയാൽ നിങ്ങൾ ഈ കാലുമേ നിൽക്കുള്ളൂ. അപ്പം നമ്മളെ തലപ്പെട്ട ശീലത്തിൽ നിന്ന് മാറും. അത് എപ്പോഴും ഒരു കാല് ഇങ്ങനെ വെച്ചിട്ട് തിരിയാൻ പാടുള്ളൂ. തിരിയാ അങ്ങോട്ട് മൂന്ന് സൈഡിലേക്ക് തിരിയാ. അങ്ങനെ ആ പുറത്ത് കൂടെ തിരിഞ്ഞു നോക്കിയോളൂ. പിടിച്ചതിന് ശേഷം ചെറിയ ചവിട്ടിയിട്ട് തിരിഞ്ഞാൽ ഇത്ര ചവിട്ടണ്ട, പതുക്കെ ചവിട്ടാ. അതെന്ന് വെച്ചാൽ മരമാണ് സംഗതി, ഇതുമ്പോൾ തൊലിയില്ല. പക്ഷെ അത്ര അമർത്തി ചവിട്ടണ്ട, എന്നാലും ആവശ്യമില്ല. അറിയാം അതേപോലെ തിരിഞ്ഞിട്ട് വരും. ചെറിയ ചവിട്ടിട്ടാണ് നിങ്ങൾ ഈ കാലം കൊണ്ട് നല്ല അമർത്തി ചവിട്ടുണ്ട്. ആ കാലം പിന്നീട് ഭാഗതേടാ അടുത്തായോണ്ട് നമുക്ക് കൂടുതലും ചെറിയൊരു പേടി ഉണ്ടാകും നമുക്ക്. കാരണം നമ്മളാദ്യമായിട്ടല്ലേ ഇത് പതുക്കണ പിടിച്ചതിന് ശേഷം അതാണ്. ഇപ്പൊ തിരിയുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ. ഒരു കാല് ഇങ്ങനെ നിൽക്കുമ്പോ തന്നെ നമുക്ക് നിൽക്കുന്നിടത്ത് ബാലൻസ് പോവില്ല. പള്ളി എപ്പോഴും ആ ബാലൻസ് കിട്ടും. ഇനി അധികം ആ പുറത്ത് കൂടെ തന്നെ ഇറങ്ങി തൊലിയിലോട്ട് കൂടെ ഇറങ്ങി പതുക്കനെ ചവിട്ടി ഇറങ്ങി. നിങ്ങൾ അധികം ചവിട്ടുന്നുണ്ട്, നല്ല ചവിട്ടി കിട്ടണം. അത്ര ചവിട്ടേണ്ട ആവശ്യമില്ല. ഞാൻ സൈഡ് കൂടെ ഒന്നും കൂടി എന്നാൽ കയറി നമുക്ക് ഇനി ഞാൻ പറയാണ്ട് പതുക്കനെ ചവിട്ടിയാൽ വലിയ അമർത്തി ചവിട്ടേണ്ട ആവശ്യമില്ല. റോപ്പിനെ ഇങ്ങനെ കുടിച്ചിട്ട് ഇവിടെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ കിട്ടാൻ പറ്റില്ല. ഊരുണ്ടല്ലോ, ഈ ഊരുടെ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത് നമ്മൾ വല്ലാണ്ട് ഇങ്ങോട്ടാണ് അങ്ങനെയൊക്കെ. ഇവിടുന്ന് ഇങ്ങോട്ട് ആയിക്കോളും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരരുത്. ഇങ്ങനെ നമ്മുടെ യൂര ഇങ്ങനെ ആക്കില്ലേ, അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഇതവിടെ ആക്കുമ്പോൾ ഈ സാധനം താഴ്ത്തിട്ട് ഇപ്പാവുള്ള താഴ്ത്തിട്ട് കൂടുതലാണ്. അത് ഇങ്ങനെയുള്ള പുറത്തു കൂടെ കയറുമ്പോൾ ഇപ്പം ഇങ്ങനെ കടക്കുന്ന ഒരു മരമൊക്കെ വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കയറിക്കൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനെ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഒന്ന് കയറിയിരിക്കും. ഇനി നിങ്ങൾക്ക് പടി പതുക്കനെ ചവിട്ടിയാൽ വലിയ അമർത്തി ചവിട്ടില്ല. നിങ്ങൾക്ക് കാലിന് വേദന കൂടുതലുള്ളത് അറിയും. ഈ ഉയരം കമ്മിയാക്കി ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയും. ഈ ഉയരം ഉണ്ടല്ലോ, നിങ്ങൾ ചവിട്ടുന്ന ഉയരം ഉണ്ടല്ലോ, ആ ചെറിയ സ്റ്റെപ്പ് വെച്ച് വെച്ചാൽ നമുക്ക് ഈ വേദന കുറയും. കാരണം എന്താ വെച്ചാൽ നമ്മളപ്പോൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ പോയി. പക്ഷേ ഇതിൻ്റെ അത്ര മുമ്പ് നമ്മളത് അമർത്തി ചവിട്ടണം. ഇത് ഈ ഹൈറ്റ് കൂട്ടി ചവിട്ടുമ്പോൾ അങ്ങനെ ചവിട്ടിപ്പോൾ ഇനി ഇങ്ങനെ ചെറിയ സ്റ്റെപ്പ് വെച്ച് കയറിയതും അങ്ങനെ കയറിയത്. തലമുട്ടണ്ട. പിന്നെ അങ്ങനെ കൊമ്പ് വരുമ്പോഴേ ഒരിക്കലും ആ കൊമ്പുമ്പോൾ പിടിക്കരുത് എത്തുള്ളൂ. അപ്പം ഇങ്ങനെ പോയി ഫുൾ ലോഡ് പോകും. എപ്പോഴും നമ്മൾ ഈ റോപ്പും തന്നെ നമ്മുടെ ഫുള്ള് അല്ലെങ്കിൽ നമ്മളെ പിടിക്കും. പിന്നെ നമുക്ക് ഇതിലേക്കുള്ള ടെൻഡൻസി പോകും.
അപ്പൊ എപ്പോഴും ഈ സാധനം നമ്മൾ ഇതാണ് ഇപ്പൊ ഇതിന്റെ പൊസിഷൻ കറക്റ്റ്. ഇപ്പൊ എങ്ങനെയാണ് കാലല്ല എനിക്കുണ്ട് ഇപ്പൊ വലിയൊരു ഈ വരും ഈ സാധനങ്ങൾ ഇതിന്റെ ആ ഒരു സാധനത്തിന്റെ അമർത്തത അവിടെ മടങ്ങിയിട്ടുണ്ടാവും. അത് വരും തഴമ്പ് വരണം. പിന്നെ നിങ്ങളുടെ കാലം രോമമുള്ളതാണ്. അത് കാരണം കൊണ്ട് തന്നെ വരച്ചിട്ട് കൂടും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അവിടെ പിടിക്കരുത്. റോപ്പം പിടിച്ചിട്ട് ഇതാക്കിയത് അങ്ങനെ മരത്തമ്മ പിടിക്കുകയും ചെയ്യരുത്. റോപ്പ് ആർത്ത സുഖം. നിങ്ങൾക്ക് മരത്തമ്മ പിടിക്കുന്നത് എന്താ സുഖം അല്ലേ? ഓക്കെ. കിലോമീറ്റർ കുറച്ച് ഓടേണ്ടി വന്നു ഇതൊന്ന് പഠിഞ്ഞത്. പക്ഷെ പറഞ്ഞല്ലോ ഒരു സമയത്ത് ഇതാണ് പറഞ്ഞിട്ടല്ല. ഇതുകൊണ്ട് പിന്നെ നമ്മുടെ ജീവിതകാലത്തിന് നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നത്. ഇത് കേര സുഖം മറ്റേ തെങ്ങാവൂല്ലേ? നമുക്ക് എല്ലാത്തും മീൻ കയറാം. തെങ്ങും മീൻ കയറാം, നമുക്ക് പനയും മീൻ കയറാം, മരത്തും മീൻ കയറാം. ഇതിപ്പോൾ നിങ്ങൾ മരം ഞാൻ കൊമ്പ് വന്നു കഴിഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് ഇതും കൂടി ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോഡിയല്ലേ, 2 റോപ്പ് ഉണ്ടെങ്കിൽ ഇവർക്ക് എത്ര റോപ്പ് ഉണ്ട്? ഒന്നാടുണ്ട്. അപ്പോൾ ഒരു ഗ്രിപ്പർ വന്നു അതുണ്ടെങ്കിൽ നമ്മൾ ഇത് വർഷമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊമ്പ് മാറി കയറണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഈ സാധനം ബദലിട്ടിട്ട് നമ്മളിത് വട്ടത്തിക്കല്ലേ കയറി ഇങ്ങനെ പോകല്ലേ ഇവിടെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ വട്ടത്ത് ഒന്ന് വട്ടം ഇതുകൊണ്ട് നമ്മൾ കൊമ്പിൻ്റെ അടുത്തിട്ട് അടുത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് റോപ്പ് ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് റോപ്പ് ഇതിലിടുക. എന്നിട്ട് കൊമ്പിൻ്റെ നേരെ മുകളിലിടുക. അത് ഇതിലേക്ക് തന്നെ വളർത്തുക. ഇത് വളർത്തിയതിന് ശേഷം ആ സെക്കൻഡ് റോപ്പിനെ ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ലൂസാവും. ഇതാണ് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ വന്ന് ഡൂരി. അപ്പോൾ നമ്മളെ സെക്കൻഡ് റോപ്പും വരും. ഇത് നേരെ ഡൂരി വെക്കുക. അപ്പോൾ നിങ്ങൾ കമ്പിൻ്റെ അപ്പുറത്തേക്ക് എത്തി അത് കഴിക്കുക. ഞാൻ അതല്ലാതെ ചില ഇടങ്ങേറ് പിടിച്ച നടത്താൻ സെക്കൻഡ് റോപ്പിന് എന്ത് ചെയ്യുക ഇതിലേക്ക് ഇടുക. സെക്കൻഡ് റോപ്പ് ആണെന്ന് ചോദിക്കുക. ഇതിപ്പോൾ വട്ടം കിടക്കുന്നുണ്ടാവും. സെക്കൻഡ് റോപ്പ് ഇതാണെന്ന് ചോദിച്ചാൽ ഇതിലേക്കില്ല. ഇതിലേക്കിട്ടിട്ട് ഏത് കൊമ്പിനും ചില സ്ഥലങ്ങളിലാണ് അറിഞ്ഞിട്ടുള്ളൂ. കടങ്ങറുള്ള ചില ഭാഗങ്ങളുണ്ടാവുമല്ലോ, ഇടാനും പറ്റില്ല അങ്ങനെ ഒരു സാധനം. അങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ ഇതിലിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറയാം, ഏത് കൊമ്പിനെ വിളിച്ചാൽ ആ കൊമ്പിലേക്ക് ഇങ്ങനെ എറിഞ്ഞെടുക്കുക. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ലൂസ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ലൂസ് ചെയ്യുക. എന്നിട്ട് ഏതൊരു കൊമ്പോ ഏതിനേലും വെച്ചാൽ അങ്ങനെ ഇടുക. അപ്പോൾ അതങ്ങനെ ഇടുക. കൊമ്പിന് ഇടുക എന്ന് വിചാരിച്ചാൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് വെറുതെ അടക്കി. അത് നിങ്ങൾക്ക് മുറിക്കുന്ന സമയത്തും പറ്റും. മരം മുറിച്ച് പല അള്ളുമ്പോൾ ഈ അടിക്കുന്ന സമയത്തും ഇത് നല്ലതാണ്. ഇതിങ്ങനെ ആടുന്നതിനൊക്കെ നല്ലതാണ്. ഇതിങ്ങനെ കളത്തിയില്ല. ഇതുപോലെ കളത്തിയിട്ട് അത് കട്ടായില്ല. ഇനി നിങ്ങൾക്ക് കയറി പോകണം. ഈ സാധനം ഊരും ചെയ്യാം. ഇനി ഇവിടുന്ന് ടൈറ്റ് ചെയ്തൊക്കെ നിങ്ങൾ അങ്ങനെ ടൈറ്റ് ചെയ്താൽ ആവുമ്പോൾ നിൽക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ഊരും ചെയ്യാം, ഇതും നിൽക്കുകയും ചെയ്യാം. അവിടേക്ക് എത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ സാധനം തന്നെ കിട്ടാൻ. അപ്പോൾ ഇത് സെൻട്രൽ ഹുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഗുണം? അതായത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് പഠിച്ചേക്കുക. സെൻട്രൽ ഹുക്ക് ഇടുന്ന സമയത്ത് സെൻട്രൽ ഹുക്ക് ഇടുക, അല്ലാത്ത സമയത്ത് സൈഡ് ഹുക്ക് ഇടുക. ഇതിപ്പോൾ നല്ല ലോഡ് കൊടുക്കാനില്ല. പിന്നെ 3 ടൺ കപ്പാസിറ്റി. അതിക്ക് മേലൊന്നും വരില്ലല്ലോ. 3 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി. തുമ്മല്ല ഇപ്പം മരം തൂക്കി കയറ്റുന്നതും പിടിക്കുന്നതൊക്കെ. 3 ടൺ കപ്പാസിറ്റി. ഒരു പേടിയും പിടിക്കണത്തോളുണ്ട്. നമുക്ക് 3 ടൺ കപ്പാസിറ്റി ഉണ്ട്. ഇതിന് മരം വലിച്ചിടുന്നതും പിടിക്കുന്നതും തൂക്കുന്നതും പിടിക്കുന്നതൊക്കെ ഒരു പേടിയും പിടിക്കേണ്ട ആവശ്യമില്ല. 3 ടണ്ണ് പറഞ്ഞാൽ 4-5 ടണ്ണൊക്കെ പിടിക്കും. ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കയറി ഒരു കയറി സെക്കൻഡ് റോപ്പ് ഇട്ടിട്ട് കയറണം. ആ അപ്പുറത്തേക്ക് കയറി പോകണം. മേലേക്ക് ഇടണം. എന്നാൽ കയറി ഒന്ന് ഇത് ഞങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട് എങ്ങനെയെന്നറിയോ? ഇവിടെ സെക്കൻഡ് റോപ്പ് ഉണ്ടോ ഇല്ല? എത്ര വരെ നിങ്ങളിപ്പോൾ കൊത്താനുള്ള തെങ്ങൊക്കെ വെച്ചാലേ ഒരു മിനിറ്റ് ശരിക്കും തോലില്ലല്ലേ? ഒരുപാട് ആൾക്കാർ കയറിട്ടെ മരം വരെ പോയില്ല കുറെയൊക്കെ കുത്തിയിട്ട് അമ്മാതിരി ചവിട്ടല്ലേ. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാകുമ്പോ നല്ല ചവിട്ടും. കയറി നോക്കുന്നുണ്ടോ?
ഇതൊക്കെ റെഡി ആയില്ലേ? കറക്റ്റ് എവിടുന്ന് വരുന്നു? എവിടുന്ന് സ്ഥലം? ചങ്ങനകുളം. ചങ്ങരംകുളം. എവിടെ? എടപ്പാൾ ചങ്ങനകുളം. എടപ്പാളല്ലേ? അവിടുന്ന് അങ്ങോട്ട് ഒരു 5 കിലോമീറ്റർ ചെറവല്ലൂര്. ചെറവല്ലൂര്. കുറച്ചോടാണ്ട്. കുറച്ചോടാണ്ടല്ലേ? എത്ര കിലോമീറ്റർ ഉണ്ട് ദിവസം? 40 കിലോമീറ്റർ ഉണ്ടാവില്ല? 50-60 കിലോമീറ്റർ ഉണ്ടല്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് മാത്രം ആവശ്യത്തിനല്ല, പൊതുവെ ഒരുപാട് ആൾക്കാർക്ക് പേടിയുള്ള ആൾക്കാരുണ്ടാവും. കാരണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, എന്തായാലും നമ്മളൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഈ സാധനത്തിന് നമ്മളിതാണ്, ഇത് നമ്മുടെ പുതിയ ഉക്കാട്ടുള്ളൂ 6 ടണ്ണിൻ്റെ. ഇത് ഓട്ടോമാറ്റിക്കലി ലോക്കാണ്. നമ്മൾ ഇതിൻ്റെ മാതിരി തിരിച്ച് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ പന അതേമാതിരി കുത്തനുള്ള മരങ്ങളുണ്ടാവില്ല, ഇനിയിപ്പോൾ തേക്കായാലും മട്ടിയൊക്കെ ഉണ്ടാവില്ല, നല്ല കുത്തന പൂള അങ്ങനെയൊക്കെയുള്ള സാധനം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത് കടന്നോട്ടെ എന്ന് ചോദിക്കാം. ഇത് നമ്മൾ സെൻറ്ററിലാണ് ലുക്ക് ചെയ്യുക. ഇത് സെൻറ്ററിൽ ലുക്ക് ചെയ്തിട്ട് നമ്മളാ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ആവശ്യത്തിന് ഇങ്ങനെ വട്ടത്തിലെടുത്തിട്ട് കളത്തിയിടുക. എന്നിട്ട് ഈ 2 റോപ്പില്ല ഇതിങ്ങനെ ലൂസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളെ കയറി പോകുമ്പോൾ ഇത് 2 പാടെ ലൂസ് ചെയ്ത് അങ്ങനെ പിടിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തലയിറ്റി, മനുഷ്യന്മാരല്ലേ തലയിറ്റിന്ന് വെച്ചാലും ഇത് ഓട്ടോമാറ്റിക്കലി ഇതവിടെ ലോക്കാവും. അപ്പോൾ 2 കയറും കൂടി റോപ്പും കൂടി 2 റോപ്പും പാടിട്ട് അങ്ങനെ കയറി പോവാ. ലൂസാക്കിയിട്ട് കൊടുക്കണം. നമ്മളെ ഇപ്പം നിങ്ങൾ അങ്ങനെ കയറിയൊക്കെ ബുദ്ധിമുട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഈ റോപ്പിനെ എടുത്തിട്ടാണ് ലൂസ് ചെയ്തോളാം. അപ്പം നമുക്ക് ആവശ്യത്തിന് ലൂസ് ചെയ്താൽ മതി, അത്ര മതി. അത് നമ്മളെ മരത്തിനനുസരിച്ച് പിന്നെ ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകും. അത് പക്ഷെ എൻ്റെ കയ്യിലുള്ള റോപ്പുണ്ടല്ലോ നല്ല ടൈറ്റ് എടുക്കണം. അത് മറ്റേ റോപ്പാവും, സാധാ റോപ്പാവില്ലേ പിരിയിൽ. ഞാൻ സാധാ പ്ലാസ്റ്റിക് നല്ല ടൈറ്റാവും. ഇതെന്താണെന്നോ, ഇത് എക്സ്ട്രാ സേഫ്റ്റിക്കുള്ളതാണ് പറയുന്നത്. നമുക്ക് സാധാരണ കയറുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് പറയുന്നത്. അങ്ങനെ കാലൊന്നും എടുക്കുമ്പോൾ പിടിച്ചതിന് ശേഷം മാത്രം മറ്റേ കാലം എടുക്കാത്തുള്ളൂ. ചെരിച്ച് വെച്ച് ഇപ്പം കൂട്ടുമ്പോഴുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എന്നാൽ ചെരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഒക്കെ കയറുകയും ചെയ്യും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സാധനം ഇതാണ് ലോക്കാവും. മറ്റേതാകുമ്പോൾ ഫ്രീ ആയിട്ട് പോരും. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ലോക്കാവുമ്പോൾ നമ്മൾ അവിടെ അത് നോക്കും. നിങ്ങൾ താത്തിക്കൊന്ന് ഇറങ്ങും, ഇത് ലൂസ് ചെയ്യാണ്ട് ഇത് മാത്രം ലൂസ് ചെയ്ത് ഇറങ്ങിയത് ജസ്റ്റ് അത് നേരിട്ട് മണ്ണാക്കണ്ടെന്ന് ചോദിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഇതാവും. ഇത് ഇറങ്ങി വരും, പക്ഷെ നമ്മൾ വീട് എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ലോക്കാവും. ഞാനൊന്ന് ഇതിവിടെ നിൽക്കാന്ന് ചോദിച്ചോളൂ. നിങ്ങൾ ഇവിടെ നിൽക്കാൻ ഇതാ ടൈറ്റ് ചെയ്ത് വയ്ക്കും, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കും. അങ്ങനെ അത് ടൈറ്റ് ചെയ്താൽ വെച്ചാൽ അവരെ പിന്നെ പോവില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകുമ്പോൾ തോന്നിയിട്ട് ഇതായിരിക്കും. എത്ര ആണെങ്കിലും നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാം, വേണ്ട പിന്നെ അത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയുണ്ട് പറയാം. നമുക്ക് ഈ പനയമ അങ്ങനെ കുത്തനുള്ള ആടുള്ള പന, പിന്നെ അതല്ല ഒരു ഇതും ഇല്ലല്ലോ അതിനൊരു പോന്നാ പിന്നാണ് പോരല്ലേ. 2 എടുത്തിട്ട് 2 ഉണ്ടെങ്കിൽ സുഖമാണ് കയറുമ്പോൾ. അതെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് വരും.
കയറുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് കൂടും. കാരണം ഇത് നമുക്ക് എക്സ്ട്രാ സേഫ്റ്റി ഉണ്ടെന്നുള്ളത് അത് എന്ത് സാധനത്തിനും ഇപ്പം നമ്മളൊരു ആൾ പിടിക്കാണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യം പറയില്ല. അപ്പോൾ നമുക്ക് കൊമ്പുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ അത് നമ്മുടെ ഒരു ഐഡിയകളും വെച്ചിട്ട് ആണ് ചെയ്താൽ. എന്താ ഈ കാല് ഇതാവണമെന്ന് പറയുന്നത് നിങ്ങൾ കാല് ഈ കാല് വെച്ച് അങ്ങനെ ചോദിക്കും ലോഡ് കൊടുക്കണം ശരിക്കും നിർത്തി കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ആണ് ആഞ്ഞു കയറുള്ളൂ. അത് ഈ കാലുമ്പോൾ നമ്മൾ ചോട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലെടുക്കില്ലേ, ഈ കാലെടുക്കും കാലെടുക്കും. അപ്പോൾ ഈ കാല് വളക്കാൻ പാടില്ല. അങ്ങനെ വെക്കാം. ഈ കാലെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ കാല് വളക്കാൻ പാടില്ല. കാല് ചോട്ടിയതിന് ശേഷം മാത്രമേ ഈ കാല് വളക്കാവൂ. അത് നമുക്ക് ടെൻഡൻസി വരണമെന്ന് വെച്ചാൽ തളപ്പെട്ട് ശീലം ഉണ്ടാവുക കാരണം ഉണ്ടാണ്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് എടുത്താവും. എന്നാലും എന്താണെന്ന് അറിയല്ലേ, അപ്പോൾ ഇത് വന്ന് പഠിക്കാറുണ്ട് അതിൻ്റെ ഒരു കോൺഫിഡൻസ് കൂടുതലല്ലേ. ഇവിടെ തിരിച്ച് ഓടാക്കി ഇങ്ങനെ അമർത്തിയാണ്. ഇതിപ്പോൾ 5-6 മാസമായിട്ട് മൂപ്പര് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സാധനം ഉപയോഗിക്കാണ്ട്. പിന്നെ കൗളിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കൗളിയിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുക. കൗളി ഇപ്പം ഇങ്ങനെ കൗളിമാരാണെന്ന് വിചാരിക്കുക. അതിൽ ആ കൗളി നമ്മൾ സാധാരണ എന്താ ചെയ്യുക, കൗളിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ കയറിക്കല കയറും. അങ്ങനെ കയറി നിൽക്കുകയും ചെയ്യും. അതെന്താണെന്ന് പറയുമോ, ഇത് ഇവിടെ തറയും ചെയ്യും, കാലും എടുത്താൽ കിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ നിൽക്കാൻ മാറില്ലേ, നമ്മൾ 2 ചോട്ടിക്കണം, അല്ലെങ്കിൽ 1 ചോട്ടിക്കണം. ആ ചാലിലേക്ക് ചവിട്ടും മരത്തിൽ സൈഡിലെ ചവിട്ടാവും. അപ്പം നമ്മുടെ ഈ സാധനത്തുമ്പോൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മളെപ്പോഴും വണ്ടി ചെന്ന് നമ്മൾ കയറിക്കാറ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു തവണയൊക്കെ കുടുങ്ങുമ്പോൾ അന്ന് മൂപ്പര് പറഞ്ഞെന്നായിരുന്നു എന്ന് പറയും. കാല് നോക്കുന്നത് നമുക്കൊരു വീഡിയോ മറ്റുള്ള വീഡിയോ കണ്ടിട്ട് അങ്ങനെ മരം കയറാൻ പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ നമ്മുടെ അടുത്തൊരു ടീം ഗൾഫിൽ നിന്നുള്ള ടീമാണ് വന്നത്. ആള് ഗൾഫിലായിരുന്നു. അപ്പൊ ആളിപ്പോ വന്നിട്ട് ഇപ്പൊ കയറാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മൂപ്പര് അന്ന് ഞാൻ മൂപ്പരോട് പറഞ്ഞേ ഇത് കയറാൻ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൂലിയൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് വിചാരിച്ചത് ഞാൻ തല്ലി മറിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ മൂപ്പര് നല്ല കൂലിട്ടാന്ന് കേൾക്കുമ്പോ ഇപ്പൊ മൂപ്പര് വീണ്ടും ഗൾഫിലെ 1.5 ലക്ഷം രൂപ പണി എന്താ ചെയ്ത് സിറ്റിങ് ആയിരുന്നു വന്നത്. എന്നിട്ട് മൂപ്പര് ഈ സാധനങ്ങളൊക്കെ വിറ്റ് ഇപ്പൊ മൂപ്പര് കഴിഞ്ഞ എന്തോ ചെറിയ ഡീലേ 2 മാസം ഡീലേ ഉണ്ട് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ മൂപ്പര് ഇനി സാധനം മേടിക്കാൻ വേണ്ടി വരാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് പറയാം, ഇത് ഭാവി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് പഴയ ആൾക്കാരില്ല ഇതാവും. ഇത് പറയുന്നത് ഡിമാൻഡ് ആവും. ഒരു സംശയം വേണ്ട. ഇതുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ താങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു രക്ഷിക്കാൻ ഒരാള് എന്ന ലെവലും കൂലി നമുക്ക് കിട്ടും. ഒന്നും വേണ്ട, ഒരു 2500 രൂപ കൂലി കിട്ടും. കിട്ടില്ലേ? 10 ദിവസം നമുക്ക് പണി, അതായത് മാസത്തിന് 30 ദിവസം എടുക്കണ്ട. മാസത്തിൽ നമ്മളൊരു 10 ദിവസത്തെ പണി നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. 10-25,000 രൂപ കൂലി. അത് നേരങ്ങത്തിൽ എടുക്കണം. നമ്മൾ ചെമ്മീർക്കാരൊക്കെ മതി നേരങ്ങത്തിൽ എടുക്കാന്ന് വെച്ചാൽ ഒരു 25 ദിവസം 5 ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യണം കിട്ടും. ആർക്ക് ഏത് ഗവൺമെന്റ് ജോലിക്കാർക്ക് അത്ര നമ്മൾ കിട്ടും. നമ്മുടെ കടയിൽ വന്ന് ഈ മരം കയറിയൊരു പുച്ഛം മറ്റ് വിദേശത്തൊക്കെ സൈലൂട്ട് അടിക്കണം. ആയാലും അത് നമ്മുടെ അവിടെ വരും. ഭയങ്കര മനസ്സിലാണ്. എന്റെ ഒരു ഏകദേശം 3 കിലോമീറ്റർ 8 പണിക്കാരാണ്. ഇവരെ കയ്യിൽ നിന്നൊക്കെ വേണം നമുക്ക് കിട്ടിക്കോളും. പക്ഷെ അതൊക്കെ മാറ്റം വരും. പതുക്കനെ കണ്ടുള്ള മാറ്റം വരും. ഇതെന്തോ ഇതെന്താന്ന് പറയാം, ഇതെന്താന്ന് പറയുന്നത് ഈ ടാർപ്പാക്കല്ലേ ഇതൊന്നും ഇങ്ങനെ അങ്ങോട്ട് മഴക്കണം. അതായത് ഇങ്ങനെ അങ്ങോട്ട് പോകണം. ഇങ്ങനെയല്ല, ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുമ്പോഴേ അപ്പോഴാണ് നമുക്ക് സ്ലിപ്പ് ആവാണ്ട് ചവിട്ടി അപ്പം തന്നെ പിടിക്കുന്നില്ല. അപ്പൊ നമ്മള് തേക്കുമ്പോ ഇങ്ങനെ തേക്കരുത്, ഒന്നങ്ങ് വളച്ച് തേക്കും. പിന്നെ ഈ പറഞ്ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ മോൾ ഭാഗം നിൽക്കലുണ്ടല്ലോ, ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇത് വേണം എപ്പോഴും. ചെറിയൊരു ബന്ധം അല്ല, ഈ മോളത്തെ ഈ ഒരു ഇത് കണ്ടോ, അതങ്ങനെ വേണം. ചിലർ ഇതിങ്ങനെ തേച്ച് പറിക്കുന്നത് കളയും. അങ്ങനെ കളയരുത്. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഇത് അതെപ്പോഴും അവിടെ വേണം. അപ്പോൾ ഇങ്ങനെ മൂടല്ലേ. അതെ, ഇത് നമുക്ക് ഏകദേശം എത്ര വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം? ഇത് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് ടമ്പർ ചെയ്യാം. ടമ്പർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ആയുസ് കൂടി കിട്ടും.
അതായത് നമ്മൾ തേയ്മാനം ഇത് അത്യാവശ്യം ടെമ്പർ ഉണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ടെമ്പർ എന്തായാലും പോവാറ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ടെമ്പർ ചെയ്യാം. അത് നിങ്ങളുടെ ആവശ്യത്തിന് ടെമ്പർ ഇല്ല, കൂട്ടി ചെയ്യണോ കുറച്ച് ചെയ്യണോ എന്നുള്ളത് ഇല്ല. അപ്പം അങ്ങനെ ടെമ്പർ ചെയ്യുമ്പോൾ നമുക്ക് മൂർച്ചയ്ക്ക് ആ മൂർച്ച കിട്ടും. അപ്പം നമ്മൾ കട്ടിമറൊക്കെ മൂർച്ചയാക്കുമ്പോൾ ആ ഒരു ലെവലുണ്ടല്ലോ, ടെമ്പർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടും. പിന്നെ ആൾക്കാരുടെ ഉപയോഗത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് 5 കൊല്ലം കഴിഞ്ഞിട്ടും മാറ്റാത്ത ആൾക്കാരുണ്ട്. അതായത് 5 കൊല്ലത്ത് ഉപയോഗിച്ചിട്ട് മാറ്റാത്ത ആൾക്കാരുണ്ട്. അത് ഓരോരുത്തരുടെ ഉപയോഗത്തിനനുസരിച്ചാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് ചോദിച്ചു, രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ കൊണ്ടുള്ള പണിയെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 3 കൊല്ലം 4 കൊല്ലം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചിലവരെന്താ വെച്ചാൽ അമർത്തി അടിക്കുക, അപ്പോൾ ഒരു 2 കൊല്ലോ 1 കൊല്ലമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ അത് നമ്മളിപ്പോൾ എന്ത് സാധനം പഠിച്ചാലും എങ്ങനെ ഉപയോഗിക്കാം, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ വണ്ടി വാങ്ങിയാലും അതേമാതിരി. ഇപ്പോൾ നമ്മളെ കരിമ്പ ഷമീർക്കട വൈഫ് ഫീൽഡിങ്. പക്ഷെ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയോ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്ര കാര്യമൊക്കെ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ അപ്പോൾ സ്ത്രീകൾക്കും അങ്ങനെ കയറാൻ പറ്റുന്നത് എന്താണെന്ന് പറയുക, സ്പൈക്ക് ഉണ്ടാവും കാരണം അത് ആ ഒരു കോൺഫിഡൻസ് കാരണം ഉണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല. അപ്പോൾ അതും നമുക്ക് ഭാഗ്യം പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ സ്ത്രീകൾ ഈ മരം മുറിക്കുന്ന ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ അവിടെ മാറ്റങ്ങൾ വരുത്തും, വ്യതിരിക്കും. അപ്പോൾ അതിന് വലിയൊരു കോൺഫിഡൻസ്. അപ്പോൾ നമ്മുടെ അതിനെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ സ്ത്രീകൾക്കും ഒരു തൊഴിൽ, അല്ലെങ്കിൽ അവർക്കും ഇതിലൊരു കോൺഫിഡൻസ്, എല്ലാവർക്കും അല്ലെങ്കിൽ കൂടി ഇത് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റും. ഇപ്പോൾ ഞങ്ങളോട് ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് കയറാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വല്ലാണ്ട് ഒഴുകാണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കും. അപ്പം നമ്മളെ ആലോചിച്ച് അവർക്ക് ആരോഗ്യം കുറവല്ല, കോൺഫിഡൻസ് ആണ്. ചില ആൾക്കാർക്ക് നല്ല കോൺഫിഡൻസ് ആണ്. ആണുങ്ങളെക്കാട്ടിലും കോൺഫിഡൻസ് ഉള്ള പെണ്ണുങ്ങളുണ്ട്. അത് ചില ആൾക്കാരുടെ ഇതാണ്. ഇപ്പോൾ ഷമീർഖാൻ്റെ വൈഫുണ്ടോ, കോൺഫിഡൻസ് ആണ്. അതൊക്കെ മനസ്സിൽ വരുന്നൊരു ധൈര്യമാണ്. ഇതിപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ട് കയറാത്ത ആൾക്കാരില്ലേ, സ്പൈക്ക് ഉണ്ടായിട്ട് ആണുങ്ങളും സ്പൈക്ക് കയ്യിലുണ്ട് വാങ്ങും ചെയ്തു, എന്നിട്ട് ഇത് എവിടെയെങ്കിലും എടുത്തേക്കാണ്. ഞാനീ പറഞ്ഞ പോലെ ഉപയോഗിച്ചില്ല തീരെ ഫുള്ള് ഒന്നിക്കെ തിളക്കുക, അല്ലെങ്കിൽ നമ്മളെ മെഷീൻ ഉണ്ടോ തെങ്ങ് മുറിക്കാൻ അതിട്ട് കയറും. അത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ ഇവിടെ ഒന്നും പഠിച്ചിട്ടില്ല, രണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ തെറ്റാണ് വെച്ചാലും പോയിട്ട് ഇതിന് അത് വലിയൊരു പ്രശ്നമാണ്. ചെറിയൊരു തെറ്റാണെന്ന് സംഭവിക്കുന്ന ചെറിയൊരു കാര്യമാവും, പക്ഷെ അത് വലിയൊരു ഇതൊക്കെ ആ ഗ്രിപ്പർ അഡ്ജസ്റ്റ് ചെയ്യല്, അതിന്റെ കൈ എവിടെ പിടിക്കേണ്ടത്, അത് വാണ്ടപ്പം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മളൊരു ചെറിയ കാര്യം വെച്ചാൽ വലിയ പഠിക്കേണ്ട ഒരു കാര്യമാണ് വലുത്. ഇത് ഏറ്റവും സുഖമുള്ള ഏതിന്റെ വില കയറാൻ? എല്ലാവരും കയറാൻ സുഖമാണ്. പടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ ഓടിക്കണ മാതിരി എല്ലാവരും. പന മാത്രം കുറച്ച് ഹാർഡായിട്ടുള്ളത്. പനയമ്മ ശ്രദ്ധിക്കണ്ടേ, ചൂണ്ടപ്പന ഉണ്ടല്ലോ, അതമ്മ ശ്രദ്ധിക്കണ്ട. ഈ പന നൊങ്കിന്റെ അല്ല, നൊങ്കിന്റെ സുഖ. മറ്റേ പന ഈ ചൂണ്ടപ്പന എന്ന് പറയില്ലേ, ഈ ആനപ്പട്ട പന, അതമ്മ ഒന്ന് ശ്രദ്ധിക്കാണ്ട്. കാരണം അതിന് ആര് സ്ട്രെയിറ്റ് ആരാണ് തൊലി ഉണ്ടാവില്ല. ഈ സാധനം നൊങ്ക് പനയും ഒരു ഊരും പിടിക്കണ്ട, കേൾക്കുക. അതിന് നിങ്ങൾ എന്താ വെച്ചാൽ മനസ്സിൽ ചെറിയൊരു ഇതുള്ള ആൾക്കാരെ ഡബിൾ സേഫ്റ്റി ഒന്നും ഇല്ല, തന്നെ ലോക്കാവുന്ന ലെവലിൽ ചില ആൾക്കാർക്ക് കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ സുഖമായിട്ട് കയറുക. ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട്, അത് അടിപൊളിയായിട്ട് കയറുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. അതിനൊന്നൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പടിയ ശീലപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ഈ പല്ല എവിടെയെന്നുള്ളത് നമ്മുടെ തല, ഇപ്പോൾ ഈ വണ്ടിയുടെ ക്ലച്ചും ബ്രേക്കും നമുക്ക് മനസ്സിലാവുന്നില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ നോക്കൊന്നും പാടില്ല. പഠിക്കണ സമയത്ത് ഇത് എവിടെയെന്ന് നോക്കണ്ടേ. അതേമാതിരി നമുക്കിത് പഠിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സുഖമുള്ള സംഗതി എന്തുമ്മീ കയറാം. അതിപ്പോൾ എന്തുമ്മേ കയറാൻ സുഖം എന്നല്ല, എന്തുമ്മീ കയറാം. എക്സ്പീരിയൻസ് വേണം. ഇതിപ്പോ കുറെ ആൾക്കാർ മേടിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കയറ്റക്കാരാ. 30 കൊല്ലം മുന്നേ 30 കൊല്ലമായിട്ട് ഞങ്ങൾ ഭയങ്കര കയറ്റക്കാരാ. അപ്പൊ ആ കയറ്റം തമ്മിൽ വ്യത്യാസമുണ്ട്. തളപ്പിട്ട് കയറുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ, ബോഡി ബാലൻസ്, അതിനൊക്കെ നമുക്കൊരു ചെറിയ വ്യത്യാസം വരാറുണ്ട്. അത് നമുക്കൊരു ശീലപ്പെടാണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഇതിപ്പോ ഇങ്ങോട്ട് മാറി കുറച്ച് ഇവിടെ 2 കൊല്ലത്തിന്റെ ഇല്ല, ഞങ്ങൾ കട അവിടെ ഉണ്ട്. ഏത് ഭാഗത്താണ്? അതവിടെ കിഴൂർ റോഡ് കയറി, ഇവിടുന്ന് ഒരു ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അവിടെ കാണാം. ഇവിടെ നമുക്ക് മരം കയറുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഇപ്പൊ എന്തിനു പഠിക്കണമെങ്കിൽ തന്നെ അങ്ങ് തന്നാലും മതി. ഇല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് അയച്ചു. ഇത്
ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഞാൻ നേരിട്ട് വരാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു 10 മിനിറ്റ് പരിപാടി സംഗതി കോൺഫിഡൻസ് ആവും ചെയ്തത്. ഇല്ലെങ്കിൽ ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടും ചെയ്തത് ഇങ്ങനെ എടുത്തിട്ട് വെക്കാന്നല്ലാണ്ട് ഈ തളപ്പിട്ട് വരുമ്പോഴേ പെട്ടെന്ന് ശരീരവേദന കൂടുതലായി. എന്തായാലും അപ്പൊ അതാണ് പിന്നെ ഏതായാലും വാങ്ങിയതല്ലേ, പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ആക്കാന്നുള്ള ഉദ്ദേശം. പിന്നെ കുറെ ആൾക്കാരെന്താന്ന് പറയാം ഇതൊക്കെ ഇതൊക്കെ നിസാരാണെന്നുള്ള ചിന്ത ഉണ്ട്. ആ സാധനം നമ്മള് പാടില്ല. എന്ത് ചെറിയൊരു കാര്യം വെച്ചാലും പഠിക്കണത് ഏറ്റവും ബെറ്ററാണ്. ഇത് ഈ റോപ്പ് മാത്രം എന്ത് റേറ്റ് വരുന്നുണ്ട്? 1500. അല്ല ഇതില്ലാതെ നമ്മുടെ ഇല്ലാതെ മാത്രമേ റോപ്പ് അഡ്ജസ്റ്റബിളൊന്നും വേണ്ട, സാധാ വെറും റോപ്പ് മാത്രം. അത് നമുക്ക് ഏകദേശം 600 ഉറുപ്പികയൊക്കെ മുകളിൽ. ഇത് വെക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ കാലിന് ആ വേദന ചെറിയ വേദന ഉണ്ട്. അത് അപ്പൊ ഈ ഇടത്തെ കാലിൽ ചേട്ടോ, ഇടത്തെ കാലിൽ ചെറിയ അതായത് രോമം ആ വല്ലാണ്ടുള്ള ആൾക്കാർ ഈ മുറിയിലോ അവിടെ തന്നെ ശരിക്കും വേദനയുണ്ട്. അതെന്തായാലും ചെറുതായിട്ടൊരു ഇത് വരും, കാണുമ്പോൾ എന്തായാലും വരും അവിടെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഉള്ളിൽ എന്തെങ്കിലും ചെറിയ കഷ്ണം വെക്കാൻ വെച്ചോളും. അത് അതിന് വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ കാലിന് രോമം കൂടി നമ്മൾ ഇത് വെച്ച് ഇങ്ങനെ വരില്ലേ. ചവിട്ടുമ്പോ ഈ ചവിട്ടുണ്ടല്ലോ, ഈ ഇങ്ങനെയുള്ള ചവിട്ട് ഒന്നും ഇങ്ങനെ ചേച്ചി ഇങ്ങനെ അങ്ങനെ ഒന്ന് ചോദിക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ലോഡ് ഇത്ര ഇതിൽ ചവിട്ടും വേണ്ട. ഞാൻ ഇനി കയറുന്ന മരം തൊലിയുള്ള മരമല്ല, തൊലി ഇല്ലാത്തതല്ല. ഇത് വേറെ എന്തെങ്കിലും ഫീൽഡ് ഉണ്ടോ? ഞാൻ തോട്ടി ഫ്രൂട്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള തോട്ടി. ഇത് നമുക്ക് കുരുമുളക് നമുക്ക് എല്ലാ തരം ഫ്രൂട്ടുകളും ഇറക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ 2 കൊല്ലമായിട്ട് ഈ സാധനം കൊടുക്കുന്നുണ്ട്. ഇത് പാർസൽ ചെയ്യാനുള്ളതാണ്. ഇപ്പൊ നാളേക്ക് പാർസൽ ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് 6 അടര 3 ലെയർ വരില്ല. അത് മോശമായി. ഇത് ഞങ്ങൾ ഉപയോഗിക്കില്ല. ഇത് നമുക്ക് കണ്ടതേ മതി ചെറുതാക്കി വെക്കാം. വലുതാക്കും ചെയ്യാം, ചെറുതാക്കി വാണ്ടോട്ട് ഇത് കഴിക്കാം. ഇത് മറ്റേപ്പം എന്താ പറയുക, നമ്മുടെ സാധാരണ വളരെ നോക്കിയാവും. ഇത് വല്ല ഉപയോഗിക്കാൻ പറ്റില്ല, അതിൻ്റെ പണിയായി. പിന്നെ നീളത്തിലുള്ള സാധനം വിലങ്ങൂല. ഈ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടത് ഉപയോഗിക്കാം. ഞങ്ങൾക്ക് ഇത് എൻ്റെ കൂട്ടത്തെ കാര്യത്തിനും അപ്പം നമ്മുടെ മഴൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അതേമാതിരി ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ കഴിഞ്ഞാലൊക്കെ ഒരു പോണ ആൾക്കാർ വരും. കൊല്ലപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇനി നാളെ സീസണാകല്ലേ. ഇത് എടുത്തൊക്കെ സുഖമാണ്, വരുമ്പോൾ ആവൂല. അലുമിനിയത്തിൻ്റെ എന്തൊക്കെ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ കാണാനോ ടൂൾസുകൾ നമുക്കിപ്പോ കപ്പിയൊന്നും വേണ്ട. നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇത് കൊമ്പറക്കാനുള്ള സാധനം. ഇതിനെന്ത് വരുന്നുണ്ട്? സെറ്റപ്പുകളൊക്കെ കുറച്ച് ചെറുതാണ്. കമ്പനി എത്ര കപ്പാസിറ്റി? അതിന് ഏകദേശം 2 ടണ്ണോളം കപ്പാസിറ്റി. ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് ഒരു ടണ്ണ് വെച്ചാൽ നമുക്ക് 2 ടണ്ണ് കപ്പാസിറ്റി കിട്ടാം. ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇതിപ്പോ നമ്മള് കൊമ്പ് ചെറിയ കൊമ്പിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് ഇപ്പൊ കൊമ്പ് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇടാം. ഇത് ചെറിയ കൊമ്പിനുള്ളത് നമുക്ക് തൂക്കി ഇങ്ങനെ ഇതിലിപ്പോ നമ്മള് ഇത് നോക്ക് കുളക്കണം. ഏതെങ്കിലും കയറുന്ന കുളത്തിയിട്ട് ഇത് കട്ടാവണം, നേരെ പോകും. അങ്ങനെ ചെയ്യാം. അതിനുള്ളതാണിത്. പിന്നെ നമുക്ക് കുക്കോള് ഇവിടെ മറ്റേ അങ്ങനത്തെ സാധനങ്ങൾ, ഹാഫ് ബോഡി ഫുൾ ബോഡി അങ്ങനെ. പിന്നെ കത്തി മുറിച്ചേക്കണത് കല്ലോടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇങ്ങനെ പുതിയ ഓരോന്നും ഉണ്ടാക്കും. നമുക്ക് നമ്മുടെ ഒരു ഹോബിയാണ് അത്. എന്താ പറയുക, പുതിയ ആൾക്കാർക്ക് ഉപകാരമുള്ളതും കപ്പിലൊക്കെ ഇതാന്നുള്ളതാണ്. ഇത് നമ്മളെ ഫുൾട്ടറാപ്പ് താത്തുന്നത്. ഇത് നല്ല സുഖമാണ്. ഇത് ഏറ്റവും സംഗതി ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇവിടെ കൊമ്പറക്കാൻ നമുക്ക് ഇങ്ങോട്ടും കൂടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആ മരത്തിന്റെ അടിയിലൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഏത് കൊമ്പ് നമുക്ക് അവിടേക്കണ്ട എത്ര ലോഡ് നമുക്ക് പിടിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ ഉപയോഗിച്ച് ഇങ്ങനെ വരുന്നത് കുറച്ച് ആൾക്കാർ ഇല്ല. ഇതൊക്കെ ചെറിയ വില, അത് ചെറിയ വില ഉണ്ടായിരുന്നു. ഇതിന് 900 റുപ്യ ആ ലെവലൊക്കെ വരുന്നില്ല. പിന്നെ ഗ്ലൗസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളിലുള്ള കാറ്റുന്നൊക്കെ കാരണം തന്നെ ഈ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്ലാവ് അതിനൊക്കെ ഒഴുകുമ്പോണ്ട് സാധനം കളയാണ്. ഒറ്റവട്ടം ആകുമ്പോൾ ആകെ കറിയും കാര്യങ്ങളും വന്നിട്ട് ആകെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊന്ന് വാങ്ങി ഒരു പണിക്കെടുത്ത് കളഞ്ഞു. പക്ഷെ ഇത് നമുക്ക് അത്ര പെട്ടെന്ന് മുളഞ്ഞ് കഴിഞ്ഞാൽ പോണതല്ല. നിങ്ങൾ മറ്റേ ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ടാവും, ആ തുണിയുടെ മാതിരി. അത് പെട്ടെന്ന് ഇതില്ലാത്ത
ഇത് നമുക്ക് ചൂടുള്ള സാധനമൊക്കെ പിടിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ കാലിന് കൈമ കൊള്ളാതിരിക്കാൻ ഷെമീറൊക്കെ അങ്ങനെ ഇത് വാങ്ങിയത്. കാരണം മൂപ്പർക്ക് അവിടെ മണ്ണാർക്കാട് കണ്ടിരിക്കുമ്പോൾ ആ ഒരു വള്ളി മുള്ളുള്ള വള്ളി അത് വിളിച്ചിടണമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പറ്റില്ല. അപ്പൊ അതിന് ഇങ്ങനത്തെ വാങ്ങിയത്. ഗ്ലൗസ് ഉണ്ട്, നമ്മുടെ മറ്റേ റോപ്പ്, കാരവൻ്റെ റോപ്പ്. ഇത് നമ്മള് മീറ്റർ അനുസരിച്ച് നമ്മള് അതെങ്ങനെ കിലോ നമുക്ക് നമുക്ക് മരമുറിക്കാർക്ക് ഇത് അത്ര ഇതില്ല. ഇത് നമുക്ക് ഈ പെയിന്റ് പണിക്കാരുണ്ടല്ലോ, പെയിന്റ് പണിക്കാർ, അതേമാതിരി ഈ ഗ്ലാസ് ക്ലീനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ളതാണ് റോപ്പ് ഡിസെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഇതിൽ നമുക്ക് ഇങ്ങനത്തെ റോപ്പാ, ഇത് നമുക്ക് ബ്രേക്ക് ഈസ്റ്റാണ്. ഇതിൽ നമ്മൾ റോപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാലും നിൽക്കും, വിട്ട് കഴിഞ്ഞാലും നിൽക്കും. ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കനാക്കി നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ ഈ 15-20 നേരത്തെ മുകളിലൊക്കെ നമുക്ക് താഴത്തേക്ക് ഗ്ലാസ് ക്ലീനിങ് അല്ലെങ്കിൽ ഈ പെയിന്റിങ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ആവും. വിലയുണ്ട്. നമുക്ക് പിന്നെ കരിമ്പട്ടിട്ട് നമുക്ക് പിന്നെ കരിമ്പട്ടിട്ട് ഇറങ്ങിയാൽ നമുക്ക് ഇതൊന്നും പറ്റൂല. ഇതിന് നല്ല വിലയുണ്ട്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വേണ്ട സിക്സാക്കാം. അവിടെ കണ്ട പോലത്തെ ഒരു മുണ്ട അതാ ഞങ്ങളിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാധനം. സിക്സാക്ക് ആകുമ്പോ നമുക്ക് ഇതാകുമ്പോ എന്ന് വെച്ചാൽ കേറാതെ പറ്റില്ല, ഇറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങോട്ട് അത് ഇതുകൊണ്ട് പെയിന്റ് പണിക്കാരൊക്കെ മേലെ നിങ്ങൾ താത്തിക്ക് ഇറങ്ങി വരില്ലേ. നമുക്ക് എന്ത് വേണം വെച്ചാൽ കേറാനും പറ്റണം, ഇറങ്ങാനും പറ്റണം. സിക്സാക്ക് നല്ല കോസ്റ്റ്ലി ഉണ്ട്. നമ്മള് കോസ്റ്റ്ലി കമ്മിയാക്കിയിട്ടൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളിപ്പോ മാസങ്ങളായി എന്നുള്ള പരീക്ഷണം. ശരിയാവും. സിക്സാക്കിന് ഏകദേശം 28,000 രൂപയോളം മേലെ വരുന്നുണ്ട്. സിക്സാക്കിനോ ഇമ്പോർട്ടൻസ് ആണോ അല്ലേ? അപ്പൊ നമുക്ക് എന്താ, നമ്മള് മലയാളികൾ അത്ര പൊട്ടന്മാരെന്നല്ല, നമുക്കും ചെയ്യാലേ പരിപാടികൾ ചെയ്യാലോ. പിന്നെ നമ്മൾ നല്ല സ്പേസ് വന്നിട്ടാ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളതിന്റെ പുതിയ ഓരോന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സോളാർ പാനൽ ക്ലീനിങ്ങിനുള്ള സാധനങ്ങള് നമ്മുടേതായ ഓരോരോ വ്യത്യാസങ്ങൾ. ആൾക്കാർ ലോക്കല് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഇത് ശരിക്കും ഇതിന്റെ ഉപയോഗത്തിൽ എത്തുന്നില്ല. അല്ല അത് മേടിച്ച് അവർക്ക് പ്രശ്നം, കാലിനൊക്കെ പ്രശ്നമാകുമ്പോൾ അവർ ഒഴിവാക്കുക. പിന്നെ ആ സാധനം നല്ല രീതിക്ക് എത്തുന്നില്ല. അങ്ങനെ ആള് താങ്കൾക്ക് വന്നു. അതെന്താ വെച്ചാൽ ലോക്കൽ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു വഴി ഇങ്ങനെ വെച്ചിട്ട് ഒരു മുള്ളും വെച്ചിട്ട് ഇയാൾക്ക് അറിയായിട്ടാണ് പുതിയത് വാങ്ങല്ലേ. ഇയാളെ 1-2 തവണ ഒന്നും വന്നു. എന്നിട്ട് ഇയാളെന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ പറഞ്ഞു. അതും ചെറിയ വിലക്കൊന്നല്ലേ, വലിയ വിലക്കാണ് കൊടുക്കുന്നത്. ഒഴിച്ചത് 89,000 കൊടുത്ത് ഒഴിച്ച സാധനം. ഇന്നത്തെ ഇത് ഉപയോഗിക്കാൻ പറ്റാതെ ആള് പിന്നെ വേറൊരാൾ സുഖമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആളോട് വിളിച്ചു, ഇത് നിങ്ങൾ എവിടുന്ന സാധനം ഉപയോഗിക്കുന്നത്? അപ്പൊ ഇതിങ്ങനെ മുന്നേട്ടന്റെ ഇന്ന ആളിനെത്തുനിന്ന് മേടിച്ചാന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇയാള് മേടിച്ച സാധനം ലോക്കൽ സാധനം ഇതെടുത്തിട്ട് ഇയാൾ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇതൊന്നും ഉപയോഗിച്ച് നോക്കിയൊക്കെ പറഞ്ഞു. അയാളെടുത്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഈ സാധനമൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അപ്പോഴാണ് നോക്കുക, അത് തെറ്റ് നിന്റെ അടുത്തല്ല, ഈ സാധനത്തിന്റെ അടുത്താണ് തെറ്റ് വന്നിട്ട് ആളിന്റെ അടുത്ത്. ശരിക്കും അതിന്റെ കറക്റ്റ് ആ അതിൽ കിട്ടിയാൽ നമുക്ക് സേഫ്റ്റിയും അതുപോലെ നമുക്ക് വേദനയില്ലാത്ത കാര്യങ്ങളൊക്കെ. അതായത് സേഫ്റ്റി മാത്രമല്ല, അതിന്റെ ഡിഗ്രി തെറ്റിയാൽ പറ്റില്ല. അത് കാഴ്ചക്കല്ല, അത് മുഴുവൻ ഡിഗ്രി കാര്യമുണ്ട്. ആ ഡിഗ്രി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് താഴെ പോകും. അത് സംശയമാണ്. ഞങ്ങൾ കാല് വേദന എടുത്തിട്ട് എലിഞ്ഞൊക്കെ വീടും. ഇപ്പോൾ ഞങ്ങളൊരു ഫുള്ള് സ്പേക്ക് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് ഉള്ളേരിയാണ്, ചങ്ങോട്ടാണ്ട് കഞ്ചിയിലോട്ട് ഫുള്ള് അവിടെ തളപ്പാണ്. അതിന്റെ കാരണം എന്താണോ, ബഡി തളപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ട്. അവരെന്താ പറയുക, സേഫ്റ്റി കാണിച്ചാൽ അത് കഴിച്ച് പേടിയാ. ഒരു സേഫ്റ്റി ഇല്ല, ഒരു തോട്ടം കൊടുത്തിട്ടാണ് കേൾക്കുന്നുണ്ട്. ഒരു പേടിയില്ല. ജസ്റ്റ് ഒരു കയറെടുത്തിട്ട് വെറുതെ കെട്ടാൻ തുടങ്ങുന്നത്. ആദ്യം അതുമില്ലല്ലോ, ഇങ്ങനെ കെട്ടി കുത്തിട്ട് വെട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ എന്റെ വീട്ടിലടക്കം വെട്ടുമ്പോ നമുക്ക് പേടിയാവുന്നുണ്ട്. കാരണം ഞാൻ എന്നിട്ട് പറഞ്ഞ നിങ്ങൾ തളപ്പ് ഉപയോഗിച്ചോളൂ, തളപ്പിട്ട് കേൾക്കുള്ളൂ. പക്ഷെ കേറി നിൽക്കുമ്പോൾ വെൽക്കും പിന്നെ റോപ്പെങ്കിലും ഉപയോഗിച്ചുള്ളൂ. അതിനൊക്കെ വലിയ സാക്കളൊന്നും മേടിക്കാൻ പറ്റില്ല. കാരണം ആ മനുഷ്യന്മാരെ ആദ്യം ഒരു തലയിറ്റ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഒരു മുറിയാവുകയും ആയി കഴിഞ്ഞാൽ അതിനെങ്കിലും ഒന്നും കൊണ്ടെങ്കിൽ എവിടെയെങ്കിലും കയറ് കെട്ടിയിട്ട് ആദ്യം ഇറക്കണമെങ്കിലും പറ്റും. ഇത് വളരെ നിർത്തിയില്ലേ. അപ്പൊ അങ്ങനെ അവിടെ ഇപ്പൊ ഇതുണ്ടായതാ. അപ്പൊ ഉപയോഗിക്കണ ആൾക്കാരല്ലേ മരങ്ങളിൽ നിന്ന് നോക്കിയ തേക്കില് നമ്മളത് വിട്ടു നിൽക്കും. ഇതിലെന്നിട്ട് ഈ വടി കെട്ടിയിട്ട് കാല് തളപ്പിട്ടിട്ട് ഇങ്ങനെ നിന്ന് അത് ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് വടി മുറിച്ചിട്ട് അങ്ങനെ മോട്ടർ ഇങ്ങനെ വെച്ച് മോട്ടർ എന്താ പറയുക ഒറ്റ അടിയാണ്. നേരെ മൂക്ക് ഇങ്ങനെ മുറിഞ്ഞിട്ട് അടുത്ത് ഇങ്ങനെ കട്ട. ഈ കട്ടായിട്ട് ആള് ആദ്യം വിടാത്തതിൻ്റെ ഒറ്റ കാരണം എന്ന് വെച്ചാൽ കാലിമ തളപ്പിട്ടാണ്. അത് മരത്തുമ്പോൾ ഇങ്ങനെ ലോക്കായിട്ട് വേഗം വന്നു. പിന്നെ അതിൻ്റെ മുകളിൽ നടക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും. അപ്പൊ ഇതൊക്കെ ആൾക്കാർ കണ്ടാലും ഒരു ന്യൂസിൽ എത്ര ആൾക്കാർക്ക് അപകടം പറ്റും, എത്ര കണ്ടാലും ഇവിടെ ആൾക്കാർ പഠിക്കുന്നുള്ളതാണ്. സേഫ്റ്റി പറ്റില്ല, അത് പേടിയാതെ. ബാക്കി എങ്ങനെയാണെങ്കിലും ചെയ്യും.
അവിടുന്ന് 12 കിലോമീറ്റർ എന്നോട് പറയുന്നത് കൊപ്പത്തിന്. ഒപ്പത്തുനിന്ന് ഞങ്ങൾ ചെറുപ്പശ്ശേരിക്ക് 10-15 കിലോമീറ്റർ. 15 ചെറുപ്പശ്ശേരിക്ക് ഇങ്ങോട്ട് വന്ന പിന്നെ 4 കൂടി 4-5 ഞാൻ 12 ആകെ കൂട്ടിയിലൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ അവിടുന്ന് തന്നെ കുറെ പോകുന്നതിന് വെച്ചാൽ 11 കിലോമീറ്റർ ചെറുപ്പശ്ശേരിക്ക് കാണുന്നു. അപ്പൊ പിന്നെ അവിടുന്ന് കുറച്ചും കൂടി 4-5 കിലോമീറ്റർ വരാണ്ട് തന്നെ പിന്നെ ഇപ്പൊ 5:15. അപ്പൊ നിർത്തായൊരു നല്ല സംഗതി ഇങ്ങൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കച്ചവടം പൈസ ഉണ്ട്. ഒരു ഷർട്ടൊക്കെ അടിച്ച് ഇത് കരിക്കട്ടാ. ശരി അത്രേ ഉള്ളൂ. നിസാര കാര്യമാണ്. എന്തെന്നറിയോ, ഇത് വരിക പഠിക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈകിട്ട് ആ സംഗതി ചെയ്യുമ്പോൾ നമുക്കൊരു പൊടി കൊടുക്കേണ്ടത്. മറ്റേത് പള്ള കളിയിട്ട് തന്നെ കേൾക്കുന്നത്. ഇപ്പം ഇനി ഇതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ പേടി ഉണ്ടായിരുന്നു. ഞാൻ പേടി ഉണ്ടായിരുന്നു. സുഖമായിട്ട് പണി കിട്ടും. എന്താ പറയുക, വന്ന് ഞങ്ങളോട് ഇവിടെ നമ്മൾ പഠിച്ച് ചെയ്ത സുഖമാണ്. ഒന്നും കൂടി നമുക്ക് ഒരു അറിവ് കിട്ടുന്നത്. മറ്റേത് നമുക്ക് എങ്ങനെ ചുറ്റണ്ടി ഐഡിയ കുറവുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ നമുക്ക് പേടി. ഇവിടെ വന്നപ്പോ അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയി. ചെറിയ കാര്യമാണ്, പക്ഷെ പറഞ്ഞിട്ടില്ല അത് ചെറുതാണെന്ന് വെച്ചാൽ ഇതിന് വലിയ കാര്യമാണ്. ആ കിടേണ്ട സ്ഥലത്ത് കിടേണ്ട മാതിരി കിട്ടില്ല അങ്ങനെ പോയില്ലേ. ശരി ശരി നോക്കാം.